മൺവെട്ടി, മുങ്ങിത്താഴുന്ന കാർ, അസ്ഥിയൊളിപ്പിച്ച ബാഗ്. ദൃശ്യം 3 റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച് മോഹൻലാൽ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഫ്രാഞ്ചൈസികളിലൊന്ന്. തിയേറ്ററിൽ പ്രേക്ഷകരെ ആകാംക്ഷാഭരിതരാക്കിയിരുത്തിയ ഒരു കുടുംബ ത്രില്ലർ സിനിമ. ദൃശ്യം ഇനി 3ാം ഭാഗത്തിലേക്ക്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ദൃശ്യം 3യുടെ റിലീസ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മോഹൻലാൽ തന്നെയാണ് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച മോഷൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. 2026 ഏപ്രിൽ 2 ദൃശ്യം 3 തിയേറ്ററുകളിലേക്കെത്തും. മോഷൻ പോസ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്ന സൂചനകൾ: മൺവെട്ടി, മുങ്ങിത്താഴുന്ന കാർ, അസ്ഥിയൊളിപ്പിച്ച ബാഗ്. ദൃശ്യത്തിന്റെ മുൻഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഈ വിഷ്വൽ ഹിന്റുകൾ തന്നെയാണ് മോഷൻ പോസ്റ്ററിനെ വൈറലാക്കിയത്. ജോർജ് കുട്ടി വീണ്ടും തന്റെ നിശബ്ദമായ ബുദ്ധിയും അപകടകരമായ തീരുമാനങ്ങളും സ്ക്രീനിലേക്ക് കൊണ്ടുവരുമെന്ന സൂചനകൾ. വീണ്ടും ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട്. ജീത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ഡിസംബർ ആദ്യം തന്നെ പൂർത്തിയായിരുന്നു. മോഹൻലാലിനൊപ്പം മീന, എസ്റ്റർ അനിൽ, അൻസിബ ഹസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ദൃശ്യം 3ന്റെ ലോകമെമ്പാടുമുള്ള തിയേറ്റർ ഡിജിറ്റൽ അവകാശങ്ങൾ പനോരമ സ്റ്റുഡിയോസും പെൻ സ്റ്റുഡിയോസും സംയുക്തമായി സ്വന്തമാക്കിയിട്ടുണ്ട്. ഹിന്ദി റീമേക്ക് പതിപ്പിന്റെ റിലീസ് തീയതിയും ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യം ഒരു ചരിത്രം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ദൃശ്യം മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നിവയിലേക്കുള്ള റീമേക്കുകളും വമ്പൻ വിജയമായി. 2021 ഫെബ്രുവരി 19 പുറത്തിറങ്ങിയ ദൃശ്യം 2 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിട്ടായിരുന്നു പ്രേക്ഷകരിലെത്തിയത്. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്കപ്പുറം അസാധാരണമായ പ്രേക്ഷക പിന്തുണ എല്ലാ ഭാഷകളിലും ദൃശ്യം നേടിയിരുന്നു. ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്നും ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമാറ്റിക് ഫ്രാഞ്ചൈസി ദൃശ്യം 3 വീണ്ടും ഇന്ത്യൻ സിനിമയിൽ ചർച്ചയാവാനൊരുങ്ങുകയാണ്. ജോർജ് കുട്ടി തിരിച്ചെത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് പ്രിപ്പയർഡ് ബൈ റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ പിന്തുടരൂ.